അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്നത്തെ വീഡിയോ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ കിട്ടിയിട്ടുള്ള ചെയ്തവർക്കൊക്കെയും 99% ആളുകൾക്കും ഉത്തരം കിട്ടിയിട്ടുള്ള അത്രയും പവറായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തൊരാവശ്യം കരുതിയിട്ടാണോ ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കുന്നത്, ഈ ഒരു അമലിനെ ചെല്ലാൻ തീരുമാനിക്കുന്നത്, ആ ഒരു കാര്യത്തെ പടച്ചോൻക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളത് ചെല്ലാൻ വേഗം തന്നെ തുടങ്ങിക്കോളി. ആ കാര്യം എത്ര തന്നെ വലുതാണെങ്കിലും, നിങ്ങൾ നടക്കൂലെന്ന് വിചാരിച്ച കാര്യമാണെങ്കിലും പടച്ച തമ്പുരാൻ നടത്തി തരൂട്ടില്ലേ. കാരണം അത്രയേറെ ഫലമുണ്ട് ഈ ഒരു അമലിന്. ഇൻഷാ അള്ളാ, നമുക്കത് ഏതാണെന്ന് നോക്കിയാലോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ രാത്രികളും, ഇനിയുള്ള ഓരോ രാത്രികളും വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുടെ രാത്രികളാണ്. ഒരിക്കലും നമ്മൾ ഈ ഓരോ രാത്രികളെയും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കഴിയുന്ന അമലുകൾ രാത്രികളിൽ എണീച്ച് അർദ്ധയാമങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം നിങ്ങളുടെ റബ്ബും മാത്രമുള്ള ആ ഒരു സംഭാഷണം ഉണ്ടല്ലോ, ഏറ്റവും ഹൈറായിട്ടുള്ള ആ ഒരു സമയത്ത് റബ്ബിനോട് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരിക്കലും പടച്ച തമ്പുരാൻ തട്ടിക്കളയൂല. ഒപ്പം നിങ്ങൾക്ക് നീയത്ത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഒരു അമല് കൂടെ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേറെയും ലഭിക്കും. അപ്പോൾ അതേതാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. കാരണം ഇതിൻ്റെ അർഹതപ്പെടുന്നവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇതൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നമ്മൾ കാരണം ഒരു നന്മ മറ്റുള്ളവർക്ക് ഈ ഒരു സമയം നൽകുകയാണെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമല്ലേ. ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അള്ളാ, നമുക്കതിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും. ചിലതൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞു പോകും അറിയാതെ, ചിലത് മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച് റബ്ബേ ഇത് സ്വപ്നം കാണാൻ മാത്രമാണല്ലോ എൻ്റെ വിധി എന്ന് ആലോചിച്ച് നീറി കഴിയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ആ ഒരു കാര്യം പടച്ചോന് നിങ്ങൾക്ക് ശരിയാക്കി തരണം എന്നുള്ള ഉറച്ച നീയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഉറച്ചൊരു പൂതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഈ ഒരു അമലിനെ നിങ്ങൾ കൈവിടാതെ മുറുകെ പിടിച്ചോളി. കാരണം ഇതിൻ്റെ ഫലം, ഞാനൊരു അനുഭവം ഈ ഒരു അമലിൻ്റെ ഇത് പറഞ്ഞു തരാം അല്ലേ. കാരണം നമുക്ക് അനുഭവം കേൾക്കുമ്പോഴുള്ളൂ, അല്ലെങ്കിൽ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാലുള്ളൂ നമുക്കത് ചെയ്തിട്ട് റബ്ബ് എനിക്കത് സാധിച്ച് തന്നല്ലോ എന്നുള്ള ആ ഒരു ഒന്നുകൂടെ ഒരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ഒരു അമലിനെ നിയ്യത്താക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ, ഒരുപാട് നാളായിട്ട് വിവാഹം നടക്കണില്ല. ഈ ഒരു അമലിനെ ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിയൊരു പകുതി ആയപ്പോഴേക്കും വർഷങ്ങളായിട്ട് മുടങ്ങിക്കടന്നിരുന്ന വിവാഹത്തിൽ നിന്നും ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു നല്ലൊരു വിവാഹാലോചന തന്നെ അവർക്ക് വന്നു. അപ്പോൾ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ മറ്റൊരു അനുഭവം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് കടമുള്ളൊരു വ്യക്തിയാണ്. ആ കടമുള്ള വ്യക്തി ഇന്ന രീതിയിൽ ഞാനിത് റബ്ബെ ചൊല്ലി തുടങ്ങാണ്, ഈ ഒരു സമയത്ത് എൻ്റെ കടങ്ങൾ ഒരു ശമനം നൽകണേ എന്ന് വിചാരിച്ചിട്ട് ഇത് ചൊല്ലി തുടങ്ങിയപ്പോഴേക്കും ഇത് ചൊല്ലി ഒരു കഴിയാനാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ടൈമിൽ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് അവരുടെ മുഴുവൻ കടവും വീട്ടി കൊടുക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു കമൻറ്റ് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു അമലിനെ 1,00,000 തവണയാണ് നിയ്യത്ത് ചെയ്തത്. 1,00,000 തവണ നിയ്യത്ത് ചെയ്തിട്ട് മനസ്സിൽ കരുതി എനിക്ക് എൻ്റെ റസൂലിൻ്റെ അടുത്തൊന്ന് എത്തണം, അതേപോലെ തന്നെ മക്കത്ത് പോയിട്ട് ഒരു ഉംറ നിർവഹിക്കണം. പക്ഷേ ഒരു രൂപ പോലും കയ്യിലില്ല, എന്താ ചെയ്യാന്ന് അറിയണില്ല. അപ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു അമലിനെ കുറിച്ചിട്ട് കേൾക്കുന്നതും നിയ്യത്താക്കുന്നതും. നിയ്യത്താക്കി നല്ല രീതിയിൽ മനസ്സിൽ അടിയുറച്ച് നിയ്യത്താക്കി. കാരണം ഒരു രൂപ പോലും കയ്യിലെടുക്കാമല്ല. എന്താ പറയുക, പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും കഴിയാണ്. അപ്പോഴും നല്ല പൂതിയുണ്ട് എനിക്ക്, എൻ്റെ റസൂലിൻ്റെ അടുത്ത് പോകണം, എനിക്ക് മക്കത്തേക്ക് പോകണം, മദീനത്ത് പോകണം, റസൂലിനോട് പോയിട്ട് സലാം പറയണം. റസൂലിൻ്റെ ആ ഒരു സലാത്തിൻ്റെ മാധുര്യം മനസ്സിലായവർക്കറിയാം, റസൂലിനെ കാണാനുള്ള ആ ഒരു പൂതി. അപ്പം അതിങ്ങനെ
മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് ഇവർ ഈ നേർച്ചയാക്കിയത് നിയ്യത്ത് വെച്ചത് ചൊല്ലി തുടങ്ങി കുറച്ചായപ്പോഴേക്കും ഇവർക്ക് ഈ ഒരു ഉംറക്ക് പോകാനുള്ള പൈസ അവരുടെ കയ്യിൽ എങ്ങനെയൊക്കെയോ അവർ പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൂടെ പടച്ച തമ്പുരാൻ ആ ഒരു ക്യാഷ് എൻ്റെ കയ്യിൽ എത്തിച്ച് തന്നു പറഞ്ഞു. പടച്ചോൻ നേരിട്ടിട്ട് തന്നു എന്നല്ല പറയുന്നത്. ഇനി ഒരുപാട് ആളുകൾ അത്തരത്തിൽ കമൻ്റ് എഴുതി വരും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെ, കാരണം ആ ഒരു വഴി നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ആ വഴിയിലൂടെ പോലും നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല പണം എത്തിച്ചു തരും. പണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു അസുഖത്തിൻ്റെ പിടിയിലാണ്. അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റണില്ല. എത്രയൊക്കെ ഡോക്ടർമാരും മരുന്നുകൾ തന്നിട്ടും ടെസ്റ്റുകൾ നടത്തിയിട്ടും ഓരോ റിസൾട്ടുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിങ്ങനെ ഇടിക്കും, റബ്ബേ എന്താണാവോ എന്ന് വിചാരിച്ച്. അത്തരത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ കൂടെ ഈ ഒരു അമലിനെ നിങ്ങൾ നിയ്യത്ത് വെച്ച് ചെയ്തോളും. ഒരു കാര്യത്തിനെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഒരു വലിയൊരു അമൽ തന്നെയാണ് ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഒരു കാര്യം പറഞ്ഞുതരാം, ഏതൊരു സമയത്തും ഇതിനെ നമുക്ക് നിയ്യത്ത് വെക്കാം. പക്ഷേ ഇന്ന്, നാളെ, മറ്റന്നാൾ, ഇനിയുള്ള ഈ ഓരോ ദിവസങ്ങളുണ്ടല്ലോ, ഓരോ ദിവസങ്ങളും അത്രയും ഫലവത്തായിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി വരുന്നത് നാളെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാവാണ്. നാളെ നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ശക്തമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു രാവാണ്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരിക്കുക. ഇനി അടുത്ത ആഴ്ച വരാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീട്ടി വെക്കാതെ ഇത്തരം അമലുകളൊക്കെ ആ സ്പോട്ടിൽ നമ്മൾ നിയ്യത്ത് വെച്ച് തുടങ്ങാം. കാരണം എന്താ അറിയോ, നിങ്ങൾ ഇത് ഒറ്റ ഇരിപ്പിനും തീർക്കേണ്ട സാധനമല്ല, ചൊല്ലി തീർക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് സമയം എടുത്തിട്ട് നമ്മുടെ മനസ്സിൽ അത്രയും പടച്ചവനോട് നമുക്ക് സംസാരിക്കണം, എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടണം എന്ന ഒരു ആഗ്രഹം വരുമല്ലോ, നമ്മൾ ഉറങ്ങാൻ അയക്കാത്ത ഒരു ആഗ്രഹം. അത്തരത്തിലുള്ള ആഗ്രഹം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നിയ്യത്ത് വെക്കുക. റബ്ബേ, ഈ ഒരു അമലിനെ ഞാൻ ഇത്ര എണ്ണം നിയ്യത്ത് വെക്കുകയാണ്, ഞാൻ ചൊല്ലി തുടങ്ങാണ്. ഈ റജബിൽ എനിക്ക് കഴിയുന്നില്ല, ഷാബാനിലും എനിക്ക് കഴിയുന്നില്ല, ഈ റമദാൻ കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഒരു അമലിനെ പൂർണ്ണമായിട്ടും ചൊല്ലി തീർത്തിട്ടുണ്ടാകും. ഇത്തരത്തിൽ നന്നായിട്ട് ജോലിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് ബിസി ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്കൊക്കെ ഇത്തരത്തിൽ നിയ്യത്ത് വെച്ചാൽ മതി. അല്ല പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടണം, പെട്ടെന്ന് എനിക്ക് നേടിക്കിട്ടണം എന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ഒരു ദിവസം ഒരു 3000 തവണ വെച്ചിട്ടോ 5000 തവണ വെച്ചിട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഇത് ചൊല്ലി തീർക്കാൻ പറ്റും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് റസൂലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുക എന്നുള്ളത്. നിങ്ങളുടെ റസൂലിൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ 10 സലാത്ത് ചെല്ലുന്ന അള്ളാഹ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പടച്ചോന് നമ്മുടെ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സലാത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. പടച്ച തമ്പുരാൻ ആ ഒരു കാര്യം നമുക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ടാകും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, നൂറ് എന്ന ആ ഒരു സലാത്ത്, പ്രകാശം എന്ന ആ ഒരു സലാത്ത്, ഈ സലാത്തിനെ നമ്മൾ 1,00,000 തവണ നിയ്യത്ത് വെക്കാം. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിൽ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ പടച്ച തമ്പുരാനക്ക് വരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബിൽ നിന്ന് നേടിയെടുക്കണം എന്ന് അതിയായിട്ട് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ വളരെ വേഗത്തിൽ തന്നെ ഇത് നിയ്യത്ത് വെച്ചോളില്ലേ. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു അമലിൻ്റെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അതിനുള്ള വഴികളൊക്കെ നോക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ഈ ഒരു അമലിനെ ഈ ഒരു സമയം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള ആളുകൾ, നമുക്ക് ഉറങ്ങാനൊന്നും സമയം ജോലിക്കൊന്നും സമയം കിട്ടാതെ ഇപ്പോൾ വുളു ഒക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു ഇബാദത്താണെങ്കിൽ നമ്മൾ വുളു എടുത്ത് ചെയ്യുമ്പോൾ ആ വുളു മുറിയുന്ന ടൈം വരെ ഉള്ളൂ നമുക്ക് സമയം ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് ഏതൊരു സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള, നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് മനസ്സറിഞ്ഞ് ചെല്ലാൻ പറ്റുന്ന ഒരു അമലാണ്. ശുദ്ധി ഇല്ലാത്ത സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്ന ഒരു അമലാണ്, ചെയ്യാൻ കഴിയുന്ന ഒരു അമലാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കാരണം പരിശുദ്ധമായിട്ടുള്ള റജബ് 26, 27, 28 ആയിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വേറെ വന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ
വല്ല അസുഖങ്ങളിൽ പെട്ട് കിടക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഇപ്പോൾ ഖുറാനൊക്കെ എല്ലാ ഒരു സൂറത്തൊക്കെ ആണെങ്കിൽ നമ്മളത് അവിടെ ഇരുന്ന് ഇപ്പോൾ യാസീനൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി ഓതന്നെ വേണം. അപ്പോൾ അത്തരത്തിലൊന്നുമല്ല, നമുക്കൊരു കൗണ്ടർ ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടൊക്കെ ഈ ഒരു അമലിനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിൽ അടിയുറച്ച് ഒരു നിയ്യത്ത് നമുക്ക് ഉണ്ടായിരിക്കാം. ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ദുആ വസിയത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.